മേയർ പദവി കൊടുക്കാത്തതുകൊണ്ട് ശ്രീലേഖ പാർട്ടി വിടും, BJP വിടുമെന്നൊക്കെ ആദ്യം വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ പലരും ഉണ്ടാക്കിയിരുന്നു. പിന്നീട് VK പ്രശാന്തിന്റെ കാര്യത്തിൽ CPM ചില നാടകങ്ങളൊക്കെ കളിച്ചു. അത് പിന്നെ ശ്രീലേഖ പൊളിച്ചടിക്ക് കൈ കൊടുത്തു. VK പ്രശാന്ത് മുണ്ടും മടക്കി ഓടേണ്ട അവസ്ഥയുണ്ടായി. അതിനുശേഷം പ്രധാനമന്ത്രി വിളിച്ച കൗൺസിലർമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോവാത്തത് അതൃപ്തി കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും വിവാദം ഉണ്ടാക്കിയപ്പോൾ അതിലും കൃത്യമായ മറുപടി ശ്രീലേഖ കൊടുത്തു. ശ്രീലേഖ IPS കൃത്യമായ ഒരു രാഷ്ട്രീയക്കാരി തന്നെയാണ് എന്ന് ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പറയാനുള്ളത് വളരെ മാന്യമായ ഭാഷയിൽ കൊള്ളേണ്ടിടത്ത് കൊള്ളിച്ചുകൊണ്ട് കൃത്യമായി പറയുകയാണ് ശ്രീലേഖ. ഇപ്പോൾ ശ്രീലേഖ വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതും പ്രധാനമന്ത്രി മോദി പറഞ്ഞ 3 പേരിൽ ഒരാൾ, അതായത് രാജീവ് ചന്ദ്രശേഖർ, ഷോൺ ജോർജ്, മറ്റൊന്ന് ശ്രീലേഖ. അപ്പോൾ അത് ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് ജയിക്കാൻ കുറച്ചുകൂടി സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. അവിടെ BJPക്ക് ഇത്തവണ ഒരു MLA ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. BJPയുടെ ആയിരിക്കും MLA. അതൊരു വനിത ആയിക്കോട്ടെ, നിയമസഭയിലൊരു സാന്നിധ്യം ആയിക്കോട്ടെ. അല്ല, ശ്രീലേഖ നിയമസഭയിൽ പോയാൽ അതൊരു 1.5 പോക്കുമായിരിക്കും. BJPക്കാരിയായ DGP ആണ്. കാര്യങ്ങൾ അറിയാം, ഭരണകാലത്തെ കാര്യങ്ങൾ പല രഹസ്യങ്ങളും അറിയാവുന്ന വ്യക്തിയായിരിക്കും അവർ, മനസ്സിലായില്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവരാനും അതിനെ ഖണ്ഡിക്കാനും ഒക്കെ അറിയാം. ഇവർക്ക് പല ഉത്തരവുകളും കൊടുത്തു കാണുമല്ലോ. ആ ഉത്തരവുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഫോട്ടോ കോപ്പികൾ കയ്യിലുണ്ടാവുമല്ലോ. അത് വെച്ച് തന്നെ നിയമസഭയിൽ ഒന്ന് പെരുമാറാൻ പറ്റും. UDF വന്നാലും LDF വന്നാലും പെരുമാറാൻ പറ്റും. ഇതൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തന്നത്. ഒഫീഷ്യൽ സീക്രട്സിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഉത്തരവുകളിൽ അവർ പാലിച്ച മാനദണ്ഡങ്ങൾ, തത്വങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അതൊക്കെ അവിടെ വെളിപ്പെടുത്താനും കഴിയും. അതാണ് ഉദ്യോഗസ്ഥലത്തിലുള്ള ഒരു വനിത. അതും കേരളത്തിലെ ആദ്യത്തെ വനിത DGP വന്നാലുള്ള ഒരു അഡ്വാൻറ്റേജ്. തിരുവനന്തപുരത്ത് BJPക്ക് ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലം വട്ടിയൂർക്കാവ്. ഈ വട്ടിയൂർക്കാവ് നമ്മൾ പറയുന്നെങ്കിൽ യഥാർത്ഥ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയമാണ് ഈ മണ്ഡലം, അല്ലേ? തിരുവനന്തപുരത്തിൻ്റെ ഹൃദയമാണ്. ശാസ്താമംഗലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ചേരുന്ന ഒരു പ്രദേശമാണ് ഈ വട്ടിയൂർക്കാവെന്നാണ് മണ്ഡലത്തിന് പേരുമെങ്കിലും വട്ടിയൂർക്കാവ് പുറത്താർക്കും അറിയുന്ന കാര്യമല്ല. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭണത്തിൽ വലിയ പങ്കുവഹിച്ച ഒരു സ്ഥലമാണ് അവിടെ. ഒരാൾ വെടിയേറ്റ് മരിക്കുകയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. സ്ഥലമാണത്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് എന്നതിന് പുറമെ അടുത്ത കാലം വരെ വില കുറഞ്ഞ് വസ്തു വാങ്ങിക്കാവുന്ന ഒരു സ്ഥലവുമായിരുന്നു അത്. നായർ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലങ്ങളിൽ ഒന്ന് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അവിടെ പിന്നെ അറപ്പുര ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, അല്ലേ? അവിടെയല്ലേ അത്? ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി നിത്യേന പോയി, ശാസ്തമംഗലത്ത് തന്നെ വീടുള്ള സുരേഷ് ഗോപി നിത്യവും പോയി പാർക്കുന്ന ഒരു ക്ഷേത്രമാണ്, പാർക്ക് തൊഴുത് നമസ്കരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിനെക്കുറിച്ചൊരു ഐതിഹ്യം തന്നെയുണ്ട്. സുരേഷ് ഗോപിക്ക് ഏറെക്കാലം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരു അവസരം വന്നു. ആ അവസരം വന്ന സമയത്ത് അദ്ദേഹം അവിടെ പോയി, എല്ലാ ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു, അവിടെ പോയി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായി. അറപ്പൂര സരസ്വതി ക്ഷേത്രമാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ പൂർവാധികം ശക്തിയോടുകൂടി സിനിമയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്, എന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ അവിടെ നിന്ന് തൊഴുന്നത്, തൃക്കൺ പാർക്കുന്നത് നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സുരേഷ് ഗോപിക്ക് അടുപ്പമുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലവുമാണ്. അങ്ങനെ BJPയുമായിട്ട് അടുപ്പമുള്ള 2 അതികായർ, ഒന്ന് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ DGP ശ്രീദേവിയും, മുൻ DGP IPSകാരി ശ്രീദേവി, ഇവിടെ ഇപ്പോൾ ശാസ്താമംഗലം ശ്രീലേഖയും അവിടെ വട്ടിയൂർക്കാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ തീർച്ചയായിട്ടും ഈസിയായിട്ട് അവർക്ക് ക്യാച്ച് കിട്ടുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഒരു ആശങ്ക എനിക്കുള്ളത്, ഏറെ നാൾ മുമ്പ് അവർ ഡൽഹിയിൽ പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് നിയമസഭ, എൻ്റെ അമ്മ 94 വയസ്സുണ്ട്, എനിക്ക് അവരെ നോക്കണം. തീർച്ചയായിട്ടും അമ്മയോടുള്ള ഉത്തരവാദിത്വം ഏത് പെൺമക്കളും ആൺമക്കളും നിർവഹിക്കേണ്ട കാര്യം തന്നെയാണ്. ആ കർത്തവ്യം കൂടിയുണ്ട്. ഗൃഹസ്ഥാശ്രമിയായിരിക്കുമ്പോൾ അങ്ങനെ ഒരു കർത്തവ്യം നിർവഹിക്കാനാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വട്ടിയൂർക്കാവിലെ അമ്മമാർക്കും അതുപോലെ തന്നെ ഏതൊരു കുടുംബത്തിലെ ഏതൊരംഗത്തിനും അതൊരു നല്ല കാര്യമായിട്ടേ തോന്നുകയുള്ളൂ. അത് മാറ്റി വെച്ചിട്ട് അമ്മയെ നോക്കുന്നല്ലോ എന്നുള്ളത്. പക്ഷേ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഞാനത് അങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് പോയാൽ എൻ്റെ അമ്മയെ നോക്കാൻ എനിക്ക് സമയം കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള പദവികളൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്.
പിന്നെ എങ്ങനെയാണ് അത് അവരതിനെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവരിതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ. അവരുടെ ഒരു പ്രതികരണം കൂടി അറിഞ്ഞെങ്കിൽ അവർ സ്ഥാനാർത്ഥിയാകുമോ എന്ന് പറയാൻ പറ്റൂ. അതുപോലെ അവരോട് ചോദിക്കാതെ ഇങ്ങനെ ഒരു നീക്കം BJP നടത്തുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇവിടെ കമ്മിറ്റി കൂടി അങ്ങ് തീരുമാനിക്കുകയായിരുന്നു, സ്ഥാനാർത്ഥികളെ പരിഗണിക്കുകയായിരുന്നു. അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ആലോചിച്ചൊരു തീരുമാനം അറിയിക്കാനുണ്ടെങ്കിൽ അവരിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. മറ്റു സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അത് പറയുന്നില്ല. അപ്പോൾ നേമത്തെ സ്ഥാനാർത്ഥിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത്, അതുപോലെ നടക്കുന്നുണ്ട്. അതുപോലെ കഴക്കൂട്ട സ്ഥാനാർത്ഥിയായിട്ട് വി മുരളീധരൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്, അതുപോലെ തന്നെ ഉണ്ട്. കുമ്മനം രാജശേഖരൻ, കാരണം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രക്ഷോഭം അദ്ദേഹം തന്നെ വിമാനത്താവളത്തിനെതിരെ നടത്തിയ സ്ഥലം കൂടി. പിന്നെ ഷോൺ ജോർജിന് കിട്ടിയതാണ് തിളങ്ങുന്ന പാലാ പിടിക്കും എന്നുള്ള ഉച്ചിലുള്ള പയ്യനാണ്, ഉച്ചോടുകൂടി പഠിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ ഈ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VV രാജേഷാണ് വട്ടിയൂർക്കാവ് മത്സരിച്ചത്. 2ാം സ്ഥാനത്ത് VV രാജേഷ് പോയി എന്നുള്ളതാണ്. 39,000 സംതിങ് വോട്ട് കിട്ടി. 3ാം സ്ഥാനത്താണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ വീണ എസ് നായർ. വീണയ്ക്ക് 35 ഉണ്ടായിട്ടുള്ളൂ. അഡ്വക്കേറ്റ് വീണ എസ് നായർ. VK പ്രശാന്താണെന്ന് ജയിച്ചത്. VK പ്രശാന്തിന് 61,000 സംതിങ് വോട്ട് കിട്ടിയിട്ടുണ്ട്. പ്രശാന്ത് എന്ന് പറഞ്ഞ CPM കാരൻ എന്നുള്ളത് കൊണ്ടല്ല, നല്ല സ്വഭാവശുദ്ധിയുള്ള, അതുപോലെ തന്നെ മണ്ഡലത്തിന് വേണ്ടി കോർപ്പറേഷന് വേണ്ടി എപ്പോഴും വിളിച്ചാലും എടുക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. CPM-ന് കിട്ടിയ വോട്ടേ അല്ല ജനപ്രതിനിധിക്ക് കിട്ടിയ വോട്ടാണ്. പിന്നെ അവിടെ ഈ മണ്ഡലത്തിൽ മറ്റെല്ലാ മണ്ഡലങ്ങളിലെയും പോലെ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാതിനിധ്യമുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് എന്തായാലും ശ്രീലേഖയുമായിട്ടൊരു ഐക്യദാർഢ്യം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. പിന്നെ ഇത് BJPക്ക് അനുകൂലമായ തരംഗമുള്ള ഒരു മണ്ഡലമാണത്, അനുകൂലമായ ചലനമുള്ള മണ്ഡലമാണത്. അവിടെ തീർച്ചയായിട്ടും BJPക്ക് ഈസിയായിട്ട് അവരൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതിനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണമൊന്നുമില്ലെന്നും ശ്രീലേഖ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഫണ്ടും കണ്ടെത്തേണ്ടി വരും. അതൊക്കെ തീർച്ചയായിട്ടും ഓർഗനൈസ് ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർക്ക് കഴിയുമെന്ന് തന്നെ വിശ്വസിക്കണം. BJPയുടെ കേന്ദ്ര ഫണ്ടും അതിൻ്റെ സംഭാവനയും ഉണ്ടാകും. നിതിൻ നബിൻ തന്നെ നേരിട്ട് വന്ന് ഇവിടെ ഇത്തവണ BJP സംബന്ധിച്ചിടത്തോളം സാർ കോർപ്പറേഷൻ പിടിച്ചെടുത്തത് കൊണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ 30 എന്നൊക്കെ വെറുതെ ഒരു ആലങ്കാരികമായൊക്കെ അവർ പറയും, 30-40 എന്നൊക്കെ പറയുമെങ്കിൽ അത്രയും കിട്ടില്ല എന്ന് അവർക്കും ബോധ്യമുണ്ട്. ഇത് കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. ഒരു 5-6 സീറ്റ് ഇത്തവണ BJPക്ക് പ്രതീക്ഷിക്കാം. അതിലപ്പുറം കിട്ടിയാൽ അത് ബമ്പർ എന്ന് മാത്രമേ ഉള്ളൂ. ബോണസ്. ഇപ്പോ നമ്മൾ നോക്കുമ്പോൾ തിരുവനന്തപുരം ഇപ്പൊ ശിവൻകുട്ടി അല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയാണ് നേമം മണ്ഡലത്തിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശിവൻകുട്ടിക്കുള്ള അത്ര വലിയ ജനപ്രാതിനിധ്യം ഇനി നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് നിൽക്കണമെന്നില്ല. പിന്നെ രാജീവ് ചന്ദ്രശേഖർ ആകുമ്പോൾ ഒരുപക്ഷെ ശിവൻകുട്ടി നിൽക്കാനും സാധ്യതയുണ്ട്, അറിയില്ല. ശിവൻകുട്ടി പേടിച്ചോടുകയാണ്, ഞാനില്ല അതില്ല, ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇനി ശശി തരൂരിനെ നിർത്തുമോ എന്ന് ചോദിച്ചാൽ MP ആയി മത്സരിച്ച് ജയിച്ച ആർക്കും ഇനി പിന്നെ എന്താ സ്ഥാനാർത്ഥിത്വം കൊടുക്കണ്ട എന്നുള്ളൊരു നിലപാട് കോൺഗ്രസ് എടുത്താൽ ഈ KC കപ്പ പുഴുങ്ങിയതും മീനും പിന്നെ പാത്രം കഴുകാനും ഒക്കെ അടുക്കള കയറി നടക്കുന്നത് കൊണ്ട് ആ തീരുമാനത്തിൽ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അറിയില്ല. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ ഒരു പക്ഷേ KCയോ അതോ പിന്നെ സതീശൻ മറ്റേ പാസ്റ്റർ എടുത്ത് മറ്റേ പെന്തക്കോസിന്റെ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, മറ്റേ കഴുത്തില് മുസ്ലിം ലീഗിന്റെ ഷോൾ ഇട്ടുകൊണ്ട് ജനങ്ങളെ ആ തിരക്കിലാണ് VD സതീശൻ. ഇപ്പുറത്ത് ആ ഷോയുടെ തിരക്കിലാണ് VD സതീശൻ. ഇപ്പുറത്ത് KC വീട് വിടാന്തരം കയറിയത് ഉമ്മറത്തൂടെയല്ല കയറുന്നത്, പിന്നാമ്പുറത്തൂടിയാണ് കയറുന്നത്. പിന്നാമ്പുറത്തൂടി പോയിട്ട് അടുക്കളയിൽ പോയി പാത്രം കഴുകുക, കപ്പ വെന്തോ നോക്കുക, ചോറ് വെന്തോ നോക്കുക. ഇനി നാളെ മുതൽ നഴ്സറി പോകുന്ന കുട്ടികളെ അദ്ദേഹം കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് നഴ്സറിയിൽ അയക്കുമെന്നാണ് കേൾക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നാടകങ്ങളുണ്ടല്ലോ, മൂക്ക് ചീറ്റി കൊടുക്കുക, ചന്തി കഴുകി കൊടുക്കുക. ഇത് നമുക്ക് തമാശയായിട്ട് തോന്നുന്നു സാർ, ഇത്രയും വലിയ പട്ടി ഷോ. പണ്ട് മോഹൻലാലിന്റെ സിനിമകളിലാണ് ഇത് കണ്ടിട്ടുള്ളത്. മോഹൻലാൽ ഒരു വലിയ ഫേമസ് സിനിമ, പേര് പറഞ്ഞ ആളുകൾ തന്നെ അടിക്കുമെന്തോ. പിന്നെ ആ സിനിമയിൽ മോഹൻലാൽ ഇതുപോലെ സെയിം മോഹൻലാൽ ഇത് താഴെ കമന്റുകൾ വരുന്നുണ്ട്, അണ്ണൻ ഇത് വർഷങ്ങൾക്ക് മുമ്പേ കാണിച്ചു വെച്ചതാണെന്നും പറഞ്ഞിട്ട്. അതിൽ മോഹൻലാൽ എന്താണോ കാണിക്കുന്നത്, ഇലക്ഷൻ ഒരു രാജകുടുംബത്തിലെ ആളാണ് മോഹൻലാല്, അടൂർ ഭാസിയാണ് അച്ഛൻ, ഇലക്ഷനിൽ നിൽക്കുന്നു. അപ്പൊ ഈ രാജകുടുംബങ്ങളോട് പൊതുവെ ആളുകൾക്ക് വലിയ അപമതിപ്പാണ്, വലിയ മതിപ്പില്ല.
അതിനൊരു മതിപ്പുണ്ടാക്കാനായി വെള്ളയും ഒക്കെ ഇട്ട് മോഹൻലാൽ വീടാന്തരം കയറുകയാണ്. എന്നിട്ട് ചേട്ടത്തിയെ ഇന്ന് എന്താ ഇവിടെ വച്ചത്? അത് ചോറ് മീൻകറി. എടുക്ക് തിന്നട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാത്രം, എന്നിട്ട് ഒരു കൊച്ചിന്റെ മൂക്ക് തുമിച്ചിട്ട് വീട്ടിൽ പോയി സോപ്പിട്ട് കൈയിട്ട് നാറ്റം പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന, അത് കൃത്യമായി ഇവിടെയും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ അനുകരിച്ച് കാണിച്ചതാണ് മോഹൻലാൽ. രാഹുൽ ഗാന്ധി പിന്നെ കെ സി രാഹുൽ ഗാന്ധിക്ക് ഉപദേശിച്ച് കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളും BJP പിന്നെ തേരോട്ടം നടത്തി കഴിഞ്ഞു. എല്ലാവർക്കും താമര വിരിയിച്ചു കഴിഞ്ഞു. ഇനി അതേ തന്ത്രം ഇയാൾ കേരളത്തിൽ കൂടി എടുത്താൽ കേരളവും കൈവിട്ടു. അല്ലാതെ തന്നെ സതീശൻ കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ പുറകിൽ കൂടെ ഈ പിന്നാമ്പുറത്തൂടെ കയറുന്നതെന്ന് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. നിലമ്പൂരിൽ അങ്ങനല്ലേ, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനല്ലേ കാണിച്ചത്? എല്ലാ പബ്ലിക് ഷോ ആയിട്ട് മാറി. ഓർക്കുന്നുണ്ടോ? VV അൻവറിന്റെ വീട്ടിൽ രാത്രി പിന്നാമ്പുറത്തൂടെ കടന്നു എന്ന് ഫോട്ടോ എടുത്ത് എല്ലാവർക്കും കൊടുത്തു. പിന്നാമ്പുറത്തൂടെ ഉള്ള കഥകൾ അങ്ങനെ കോൺഗ്രസ് ധാരാളമായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പിന്നാമ്പുറത്തിന്റെ ഒരു ആളായിട്ട് വരണം എന്ന് ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിച്ചിരുന്നു. അതില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം 10 വർഷം ഇവർക്ക് കയറാൻ കഴിഞ്ഞില്ല. ഭരണം മാറി മാറി വരുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചരിത്രത്തിൽ തന്നെ ആദ്യമായി CPM 10 വർഷം ഭരിച്ചു. പിണറായിയെ തെറി വിളിച്ചവർ വരെ പിണറായിക്ക് വോട്ടിട്ട് കൊടുത്തത് UDF വരണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇനിയെങ്കിലും പിണറായി വിജയൻ ഇറങ്ങിപ്പോട്ടെ, UDF വരട്ടെ എന്ന് ആളുകൾ ചിന്തിച്ചപ്പോ ഓടി നടന്ന് സതീശൻ വർഗീയത പറഞ്ഞു കളിക്കുകയാണ്. ഓടി നടന്ന് അതിന്റെ ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന വട്ടിയൂർക്കാവിലായിരിക്കും. മുരളീധരൻ വന്നാലും അവിടെ ശീർഷാസനത്തിൽ നിർത്തും അവിടുത്തെ ആൾക്കാർക്ക്, ഒരു സംശയവും വേണ്ട. അത് കാന്തപുരത്തിന് വരെ സഹിക്കാൻ വയ്യാത്ത തരത്തം വർഗീയതയാണ് VD സതീശൻ കേരളത്തിലാകമാനം പരത്തിക്കൊണ്ട് നടക്കുന്നത്.